എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റാണ് നടക്കും തോറും തെളിയും വഴികൾ. നമ്മൾ അനുഭവങ്ങളിലൂടെയാണ് പുതിയ പുതിയ അറിവുകൾ നമ്മളെത്തുന്നത്, പുതിയ പുതിയ ചിന്തകളിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഓരോ അനുഭവങ്ങളും പുതിയ പുതിയ പാഠങ്ങളായി ഉൾക്കൊണ്ട് അതിൽ നിന്നും പുതിയ അറിവുകൾ ഉൾക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുക എന്ന സന്ദേശമാണ് ഈ ഒരു യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ 3 പാഠങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശാന്തിനികേതനം, സ്മാരകം, മണൽക്കൂനകൾക്കിടയിലൂടെ. ആദ്യ പാഠമായ ശാന്തിനികേതനം എസ്.കെ. പൊറ്റക്കാട് ഡോക്ടർ രവീന്ദ്രനാഥ് ടാഗോർ നിർമ്മിച്ച ശാന്തിനികേതനം എന്ന് പറയുന്ന വിദ്യാലയത്തിലേക്ക് നടക്കുന്നൊരു യാത്രയാണ്. അവിടെ അദ്ദേഹം മനസ്സിൽ വിചാരിച്ച ഒരു വിദ്യാലയമായിരുന്നില്ല ആ ഒരു വിശ്വവിഖ്യാതമായിട്ടുള്ള വിദ്യാലയം. അപ്പം എങ്ങനെയാണ് അനുഭവങ്ങളിലൂടെ പുതിയ പുതിയ അറിവിലേക്കും പുതിയ പുതിയ ചിന്തകളിലേക്കും നാം എത്തുന്നതെന്ന് ആദ്യ പാഠത്തിലൂടെ മനസ്സിലാക്കി. രണ്ടാമത്, ഉത്തരാധുനിക മലയാള കവികളിൽ ശ്രദ്ധേയനായ വീരാൻകുട്ടി മാസ്റ്ററുടെ മിണ്ടാപ്രാണികൾ എന്ന് പറയുന്ന സമാഹാരത്തിൽ നിന്നെടുത്ത സ്മാരകം എന്ന കവിതയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ ആദ്യ ഭാഗത്ത് എളിയമായ ഒരു ശ്രമമായി കണ്ട് പിന്നീട് അതൊരു ധീരമായിട്ടുള്ള ശ്രമമായി അവസാനിക്കുന്നു. അപ്പൂപ്പൻ താടിക്ക് അത് ഇനി ഭാവിയിൽ വളർന്ന് വലിയൊരു മരമാകുമെന്ന അറിവോ, എൻ്റെ ഉദരത്തിൽ ഒരു വിത്തുണ്ടെന്നോ ആ വിത്ത് വളർന്ന് വലിയൊരു മരമാകുമെന്ന അറിവോ ആ അപ്പൂപ്പൻ താടിക്കില്ല. ആരുടെയും നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്രമായി അതങ്ങനെ അതിൻ്റെ അനുഭവങ്ങൾ തേടി അത് ഈ ഒരു ലോകത്ത് ആസ്വദിച്ച് ജീവിക്കുന്നു. ഇങ്ങനെയുള്ള അപ്പൂപ്പൻ താടി സ്വയം നിയന്ത്രണമില്ലാതെ എങ്ങനെയാണ് ഓരോ അനുഭവങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്നത് എന്നും അത് എങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരമായി തീരുന്ന വലിയൊരു മരമായി മറ്റുള്ളവർ ഓർമ്മിക്കുന്ന ഒരു അപ്പൂപ്പൻ താടിയുടെ സ്മാരകം എന്ന രീതിയിലുള്ള മരമായി മാറുന്നു എന്നതാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. കവിതയൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കുക. ഇളം കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക്, പറവയുടെ വഴികൾ തെളിയുന്നു. കണ്ടില്ലേ, ഓരോ ജീവജാലങ്ങളും മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങളും അവ സ്വയമാണ് അവയുടെ വഴികളും അവയുടെ അനുഭവങ്ങളും പാഠങ്ങളും കണ്ടെത്തുന്നത്. അതുപോലെ നമ്മളും നമ്മുടെ വഴികൾ, കഴിവുകൾ തിരിച്ചറിഞ്ഞ് സ്വതന്ത്രമായി അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്ന് ഈ ഒരു പാഠം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സ്മാരകം. സ്മാരകം എന്നാൽ ഓർമ്മിപ്പിക്കുന്ന വസ്തു എന്നാണ്. ഇവിടെ അപ്പൂപ്പൻ താടിയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായിട്ട് അപ്പൂപ്പൻ താടിയുടെ ഉദരത്തിലെ മരം മാറുന്നു. മറ്റുള്ളവർക്ക് ഫലവും തണലുമേകുന്ന വലിയൊരു മരം. കവിത വായിക്കാം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല. എന്നിട്ടും അത് പറക്കുന്നു, കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെയൊരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കാം. ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. ആരുമറിയാതെ നാളെ ഒരു മരം. മിണ്ടാപ്രാണി, വീരാൻകുട്ടി. ഇനി കവിതയുടെ ആശയം നോക്കാം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായിട്ടുള്ള ഒരു ശ്രമമായിട്ട് കാണണം എന്നാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. കാരണം അത് ചെറുതാണ്. അതിന് പക്ഷികളെ പോലെ ഉയരത്തിൽ പറക്കാനോ പക്ഷികൾ തേടുന്നത്ര ചില്ലകൾ തേടാനോ അതിനാവില്ല. അതിൻ്റെ കഴിവിനനുസരിച്ച് പറക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത് അതിന് പക്ഷി എന്ന് നമ്മൾ വിളിക്കാത്തതാണ് നമ്മൾ അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ. നമ്മൾ ഓരോ മനുഷ്യരും ഇങ്ങനെയാണ്, മറ്റുള്ളവരെ കണ്ടുപഠിക്കുക, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യും. എന്നാൽ നമ്മുടെ കഴിവിനനുസരിച്ചായിരിക്കണം നമ്മൾ വളരേണ്ടത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നാം ഈ അപ്പൂപ്പൻ താടിയെ കണ്ട് മനസ്സിലാക്കണം എന്നുകൂടെ കവി ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല. എന്നിട്ടും അത് പറക്കുന്നു. പക്ഷികളെ പോലെ ചിറകുകളില്ല അതിന്. അതുപോലെ ഇത്ര സ്ഥലത്തെ അല്ലെങ്കിൽ ഇന്ന ദേശത്തെ പറക്കാവൂ എന്നില്ല.
ആകാശവും സ്വന്തമല്ല. അതിനിഷ്ടമുള്ളിടത്ത് അതിന് പറക്കാനുള്ള സ്വാതന്ത്ര്യം അതിനുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഇല്ലാത്തതും അത് തന്നെയാണ്. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ അപ്പൂപ്പൻ താടി പറന്നുയരുന്നത്. അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല. ഒരുപാട് അറിവൊന്നുമില്ല. തൻ്റെ ഉദരത്തിലുള്ള വിത്ത് നാളെ വളർന്ന് വലിയൊരു മരമാകും എന്ന് പറയുന്ന പേടിപ്പിക്കുന്ന ചിന്തകളൊന്നും അതിനില്ല. നമ്മൾ ഓരോരുത്തരും ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ആകുലതപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയല്ല ജീവിക്കേണ്ടതെന്നും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടതെന്നും ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനെ പക്ഷി എന്നു വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. ഓരോന്നിനും ഓരോ കഴിവാണല്ലേ. അതുപോലെ തന്നെ മനുഷ്യരിലും ഓരോ വ്യക്തികൾക്കും അനുസരിച്ച് കഴിവുകളിലും ചിന്തകളിലും വ്യത്യാസമുണ്ടായേക്കും. ഒരാൾ ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മൾ ചിന്തിക്കണമെന്ന് വാശി പിടിക്കരുത്. ഒരാളുടെ കഴിവിനനുസരിച്ച് ചിലപ്പോൾ മറ്റൊരാൾക്ക് ഉയരാൻ പറ്റിയെന്നും വരില്ല. അതുപോലെ തന്നെ ഇവിടെ അപ്പൂപ്പൻ താടി പറക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അതിനെ നാം പക്ഷി എന്ന് വിചാരിച്ച് അതിൻ്റെ കഴിവിനെ നിസാരവൽക്കരിക്കരുത്. അതിന് പറക്കാൻ പറ്റുന്ന കഴിവിനനുസരിച്ച് അത് പറന്ന് അതിൻ്റെ ഉത്തരവാദിത്തം അത് നിറവേറ്റുന്നുണ്ട്. ആ പക്ഷിയെന്ന് വിളിക്കാതിരിക്കുന്നത് തന്നെയാണ് നാം അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ എന്ന് ഇവിടെ വീരാൻകുട്ടി മാസ്റ്റർ ഓർമ്മിപ്പിക്കുന്നു. ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണുപോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരുമറിയാതെ നാളെ ഒരു മരം. കാരണം ഈ അപ്പൂപ്പൻ താടി ചെറുതാണ്. അതിന് കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ചേ പറക്കാൻ സാധിക്കൂ. ചിറകുകളില്ല അതിന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ പറക്കം ധീരം തന്നെയാണ്. അതിനെക്കൊണ്ട് കഴിയുന്ന ആവതത്ര ദൂരത്തിൽ അത് പറന്നു പോകുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ശ്രമത്തെ ധീരമായിട്ടാണ് അവസാന ഭാഗത്തിൽ വീരാൻകുട്ടി മാസ്റ്റർ സൂചിപ്പിക്കുന്നത്. ആ ധീരമായ ശ്രമം നാളെ വളർന്നു വലുതാകാൻ പോകുന്ന ഒരു വൻമരത്തിൻ്റെ സൂചനയാണ്. ആ വൻമരം നാളെ മറ്റുള്ളവർക്ക് തണലേകും, മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ യോഗ്യമായിട്ടുള്ള ഫലങ്ങൾ നൽകും. ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ വിജയം. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നാളെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കണം എന്നൊരു സൂചന കൂടി കവിതാഭാഗത്ത് അവസാന ഭാഗത്ത് നൽകിക്കൊണ്ടാണ് ഈ ഒരു കവിത അവസാനിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടെന്നും അതിനെ നമ്മൾ ഒരിക്കലും നിസാരവൽക്കരിക്കരുതെന്നും ഈ ഒരു കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കവിതയുടെ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കവിതയുടെ കുറച്ച് അർത്ഥങ്ങൾ നോക്കാം. വിനീതം, വിനയമുള്ള. ദേശാന്തരം, അന്യദേശം അല്ലെങ്കിൽ മറ്റൊരു ദേശം. ഇളവേൽക്കുക, വിശ്രമിക്കുക. എളിയ, വിനീതമായ അല്ലെങ്കിൽ അഹംഭാവമില്ലാത്തത്. സ്മാരകം, ഓർമ്മിപ്പിക്കുന്ന വസ്തു. ഇനി നിങ്ങൾക്ക് കവിതയുടെ ആമുഖമായിട്ട് എഴുതി വെക്കാം. വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിതയിൽ വിത്തുമേന്തിയുള്ള ഒരു അപ്പൂപ്പൻ താടിയുടെ യാത്രയെ അതിൻ്റെ എല്ലാ അനിശ്ചിതത്വങ്ങളോടും കൂടി ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറക്കൽ യഥാർത്ഥത്തിൽ വിത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. അനിശ്ചിതത്വവും പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടും പ്രതീക്ഷയോടെ ദൃഢനിശ്ചയത്തോടെ അപ്പൂപ്പൻ താടി യാത്ര തുടരുന്നു. ഒടുവിൽ അപ്പൂപ്പൻ താടി എന്ന പോരാളി തൻ്റെ ദൗത്യം പൂർത്തിയാക്കി വീണു പോകുന്നിടത്ത് ഒരു സ്മാരകം ഉയർന്നു വരുന്നു, ഒരു മരം. അപ്പൂപ്പൻ താടിയുടെ വീരോചിതമായ പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകമായി ഈ മരം നിലകൊള്ളുന്നു. സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി മുന്നേറണമെന്നും സ്വന്തം നിലനിൽപ്പ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സ്മാരകമായി മാറ്റുന്നതാണ് യഥാർത്ഥ വിജയമെന്നും ഓർമ്മിപ്പിക്കുന്ന ഈ കവിതയ്ക്ക് ഏറെ യോജിച്ച ശീർഷകം തന്നെയാണ് സ്മാരകം എന്നത്.